ഹായ് ഫ്രണ്ട്സ്, ECPSCയിലേക്ക് സ്വാഗതം. കേരള PSCയിൽ തുടർച്ചയായി ചോദിക്കുന്ന കേരള സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ഭൂരിഭാഗം ചോദ്യങ്ങളും ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഗണപതി വട്ടം എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലം സുൽത്താൻ ബത്തേരിയാണ് ഗണപതി വട്ടം എന്നറിയപ്പെടുന്നത്. സെൻറ് തോമസ് കേരളത്തിൽ വന്നിറങ്ങിയത് എവിടെ? മാല്യങ്കര എന്ന സ്ഥലത്താണ് സെൻറ് തോമസ് കേരളത്തിൽ വന്നിറങ്ങിയത്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടിൻചോല. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടിൻചോല. കോലത്തുനാട് ചരിത്രമുള്ള അതുലൻ്റെ കൃതി മൂഷികവംശം. അതുലൻ്റെ കൃതിയാണ് മൂഷികവംശം. കോലത്തുനാടിനെ കുറിച്ചുള്ള ചരിത്രമാണ് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. JC ഡാനിയൽ പുരസ്കാരം നൽകുന്നത് ഏത് സംസ്ഥാനം? കേരളമാണ് JC ഡാനിയൽ പുരസ്കാരം നൽകുന്ന സംസ്ഥാനം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം AD 1721. ആറ്റിങ്ങൽ കലാപം നടന്നത്. പേപ്പാറ ഡാം ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് പേപ്പാറ ഡാം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യ ആർച്ച് ഡാം ഇടുക്കി ഡാമാണ് കേരളത്തിലെ ആദ്യത്തെ ആർച്ച് ഡാം. സൂചിപ്പാറ വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ വടക്കേ അറ്റത്തെ താലൂക്ക് മഞ്ചേശ്വരമാണ് കേരളത്തിലെ വടക്കേ അറ്റത്തെ താലൂക്ക്. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ് രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത്. മാപ്പിള ബേ തുറമുഖം എവിടെയാണ്? കണ്ണൂരാണ് മാപ്പിള ബേ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം പെരുന്നയിലാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ MRF ഫാക്ടറി സ്ഥിതി ചെയ്യുന്ന സ്ഥലം വടവാതൂരിലാണ് കേരളത്തിലെ MRF ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. C കേശവൻ്റെ കോഴഞ്ചേരി പ്രസംഗം നടന്ന ജില്ല പത്തനംതിട്ട. ഓർക്കുക, കോഴഞ്ചേരി പ്രസംഗം നടത്തിയ C കേശവൻ, അത് നടന്ന ജില്ല പത്തനംതിട്ട. പീച്ചി വാഴാനി അണക്കെട്ടുകൾ ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിലാണ് പീച്ചി വാഴാനി തുടങ്ങിയ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നത്. മേട്ടൂർ ഡാം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് മേട്ടൂർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ദർശനമാല എഴുതിയത് ആര്? ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ് ദർശനമാല. മുല്ലപ്പൂ ചൂടിയ നായർ വനിത ആരുടെ ചിത്രങ്ങളാണ്? രാജാ രവിവർമ്മയുടെ ചിത്രങ്ങളാണ് മുല്ലപ്പൂ ചൂടിയ നായർ വനിത. എൻ്റെ ജീവിതകഥ ആരുടെ ആത്മകഥയാണ്? AKGയുടെ ആത്മകഥയാണ് എൻ്റെ ജീവിതകഥ. കുമാരനാശാന് മഹാകവി പദവി നൽകിയത് ആര്? മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ് കുമാരനാശാന് മഹാകവി പദവി നൽകിയത്. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടുകൾ ഏത് നദിയിലാണ്? പെരിയാർ നദിയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നത്. 18 അരക്കവികളിൽ അരക്കവി ആരാണ്? പുനം നമ്പൂതിരിയാണ് 18 കവികളിൽ അരക്കവി എന്നറിയപ്പെടുന്നത്. ശങ്കരനാരായണീയം എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഗണിതം. ശങ്കരനാരായണീയം ഗണിതത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. കേരളം സന്ദർശിച്ച ചൈനീസ് സഞ്ചാരി മാഹുവനാണ് കേരളം സന്ദർശിച്ച ചൈനീസ് സഞ്ചാരി.
ദേശിങ്ങനാട് എന്ന് മുൻപ് അറിയപ്പെട്ടിരുന്നത് ഇന്നത്തെ ഏത് സ്ഥലം? കൊല്ലം. കൊല്ലത്തെയാണ് ദേശിങ്ങനാട് എന്നറിയപ്പെട്ടിരുന്നത്. കൂനൻ കുരിശ് സത്യപ്രതിജ്ഞ നടന്ന വർഷം, അതേപോലെ സ്ഥലം. കൂനൻ കുരിശ് സത്യപ്രതിജ്ഞ നടന്ന വർഷം 1653. സ്ഥലം മട്ടാഞ്ചേരി. ഓർക്കുക, കൂനൻ കുരിശ് സത്യപ്രതിജ്ഞ 1653, മട്ടാഞ്ചേരി. ശങ്കരാചാര്യർ ജനിച്ച വർഷം AD 788. സംസ്കൃത നാടകമായ കേരളീയ കലാരൂപം കൂടിയാട്ടമാണ് സംസ്കൃത കലാരൂപമായ കേരളീയ കലാരൂപം. തിരുവിതാംകൂർ മധ്യകാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്ന പേര് വേണാട്. വേണാട് എന്നായിരുന്നു തിരുവിതാംകൂറിനെ മധ്യകാലഘട്ടത്തിൽ വിളിച്ചിരുന്നത്. ക്ഷേത്ര കഴകങ്ങൾ ദാനമായി നൽകിയിരുന്ന ഭൂസ്വത്തിന് പറയുന്ന പേര് വിരുതി ഭൂമി. ക്ഷേത്ര കഴകങ്ങൾ ദാനമായി നൽകിയിരുന്ന ഭൂസ്വത്തിന് പറയുന്ന പേരാണ് വിരുതി ഭൂമി. ശൈവ സന്യാസിമാർ അറിയപ്പെട്ടിരുന്ന പേര് നായനാർമാർ. ശൈവ സന്യാസിമാരുടെ പേരാണ് നായനാർമാർ. ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി മധുരൈ കാഞ്ചി എന്ന സംഘകാല കൃതിയിലാണ് ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. പ്രാചീന കേരളത്തിലെ ഏറ്റവും പ്രമുഖ ജൈനമത കേന്ദ്രം തൃക്കണ്ണാമതിലകം. ഓർക്കുക, പ്രാചീന കേരളത്തിലെ ഏറ്റവും പ്രമുഖ ജൈനമത കേന്ദ്രമായിരുന്നു തൃക്കണ്ണാമതിലകം. കേരളാരാമം എന്നറിയപ്പെടുന്ന കൃതി ഓർത്തോസ് മലബാറിക്കസ് ആണ് കേരളാരാമം എന്നറിയപ്പെടുന്നത്. വാസ്കോ ഡ ഗാമ കോഴിക്കോട് കാപ്പാട് ഏത് വർഷമാണ് എത്തിയത്? 1498 മെയ് 20. ഓർക്കുക, 1498 മെയ് 20 വാസ്കോ ഡ ഗാമ കോഴിക്കോട് അടുത്തുള്ള കാപ്പാട് കപ്പലിറങ്ങിയത്. ബോൾഗാട്ടി പാലസ് പണി കഴിപ്പിച്ചതാര്? ഡച്ചുകാരാണ് ബോൾഗാട്ടി പാലസ് പണി കഴിപ്പിച്ചത്. ഡച്ചുകാർ അറിയപ്പെട്ടിരുന്ന പേര് ലന്തക്കാർ. ഡച്ചുകാർ അറിയപ്പെട്ടിരുന്ന പേരാണ് ലന്തക്കാർ. ശ്രീരംഗപട്ടണം സന്ധി ഏത് വർഷം? 1792. 1792 ശ്രീരംഗപട്ടണം സന്ധി നടന്നത്. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. 1741 കുളച്ചൽ യുദ്ധം നടന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ നാട്ടുകാർ നടത്തിയ 5 തെങ്ങ് കലാപം ഏത് വർഷമായിരുന്നു? 1697. 1697 ബ്രിട്ടീഷുകാർ 5 തെങ്ങ് നടന്നത്. കേരളവർമ്മ പഴശ്ശിരാജ ഏത് രാജ്യത്തെ ഭരണാധികാരിയായിരുന്നു? കോട്ടയം. കേരളവർമ്മ പഴശ്ശിരാജ കോട്ടയം രാജ്യത്തെ ഭരണാധികാരിയായിരുന്നു. വേലുതമ്പി ദളവ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് എന്ന്? 1809 ജനുവരി 11 വേലുതമ്പി ദളവ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത്. ദക്ഷിണ ഭോജൻ എന്നറിയപ്പെടുന്നത് ആര്? സ്വാതി തിരുനാളാണ് ദക്ഷിണ ഭോജൻ എന്നറിയപ്പെടുന്നത്. തെക്കൻ ഗയ എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലം തിരുനെല്ലി ക്ഷേത്രമാണ് തെക്കൻ ഗയ എന്നറിയപ്പെടുന്ന കേരളത്തിലെ ക്ഷേത്രം. മലയാളത്തിലെ ആദ്യത്തെ പുരാണ നിഘണ്ടുവിൻ്റെ കർത്താവ് പൈലോപോൾ. മലയാളത്തിലെ ആദ്യത്തെ പുരാണ നിഘണ്ടുവിൻ്റെ കർത്താവ് പൈലോപോൾ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകൃത ഗ്രാമപഞ്ചായത്ത് കണ്ണാടി. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകൃത ഗ്രാമപഞ്ചായത്ത് കണ്ണാടി. കേരള പിറവി സമയത്തെ കേരള ഗവർണർ PS റാവു.
കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം തമിഴ്നാട്. തമിഴ്നാടാണ് കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം. മലയാളത്തിൽ നിന്ന് അന്യഭാഷകളിലേക്ക് ഏറ്റവും കൂടുതൽ പരിഭാഷപ്പെടുത്തിയ കൃതി ഏത്? ചെമ്മീൻ. ചെമ്മീനാണ് മലയാളത്തിൽ നിന്ന് അന്യഭാഷകളിലേക്ക് ഏറ്റവും കൂടുതൽ പരിഭാഷപ്പെടുത്തിയ കൃതി. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറാണ് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത്. പ്രായപൂർത്തി വോട്ടവകാശ പ്രകാരം തിരുവിതാംകൂറിൽ നടന്ന ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് എന്ന്? 1948 ഫെബ്രുവരി. ഓർക്കുക, പ്രായപൂർത്തി വോട്ടവകാശ പ്രകാരം തിരുവിതാംകൂറിൽ നടന്ന ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് 1948 ഫെബ്രുവരിയിൽ. ഓടനാട് കേരളത്തിലെ ഏത് സ്ഥലത്തിൻ്റെ പേരാണ്? കായംകുളം. കായംകുളത്തെയാണ് ഓടനാട് എന്ന് വിളിക്കുന്നത്. കേരള ചരിത്രത്തിൽ തെൻവഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം? കൊല്ലം. കൊല്ലത്തെയാണ് തെൻവഞ്ചി എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ അബ്കാരി കോടതി സ്ഥാപിതമായ ജില്ല? കൊല്ലം. കൊല്ലത്താണ് കേരളത്തിലെ ആദ്യത്തെ അബ്കാരി കോടതി സ്ഥാപിതമായത്. എറണാകുളം ജില്ലയുടെ ആസ്ഥാനം? കാക്കനാട്. എറണാകുളം ജില്ലയുടെ ആസ്ഥാനം കാക്കനാട്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഗ്രാമം? കളിയിക്കാവിള. കളിയിക്കാവിളയാണ് കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഗ്രാമം. FACT സ്ഥാപിച്ചത് ആര്? FACT സ്ഥാപിച്ചത് സർ CP രാമസ്വാമി അയ്യർ. സർ CP രാമസ്വാമി അയ്യരാണ് FACT സ്ഥാപിച്ചത്. കേരളത്തിലെ ഏക കണ്ടോൺമെൻറ്റ് ഏത്? കണ്ണൂർ. കേരളത്തിലെ ഏക കണ്ടോൺമെൻറ്റ് കണ്ണൂർ. കേരള വുഡ് ഇൻഡസ്ട്രീസിൻ്റെ ആസ്ഥാനം? നിലമ്പൂർ. കേരള വുഡ് ഇൻഡസ്ട്രീസിൻ്റെ ആസ്ഥാനം നിലമ്പൂർ. കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ പദ്ധതി നിലവിൽ വന്ന ജില്ല? പാലക്കാട്. കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ പദ്ധതി നിലവിൽ വന്ന ജില്ലയാണ് പാലക്കാട്. കേരളത്തിലെ ആദ്യത്തെ സീ ഫുഡ് പാർക്ക് സ്ഥാപിച്ചത്? അരൂർ. കേരളത്തിലെ ആദ്യത്തെ സീ ഫുഡ് പാർക്ക് സ്ഥാപിച്ച സ്ഥലം അരൂർ. മലയാളത്തിൽ ആദ്യമായി ബൈബിൾ പ്രസിദ്ധീകരിച്ചത് എവിടെ നിന്ന്? കോട്ടയം. മലയാളത്തിൽ നിന്നും ഉർവശി അവാർഡ് ആദ്യമായി നേടിയത്? ശാരദ. ശാരദ എന്ന സിനിമ നടിക്കാണ് മലയാളത്തിൽ നിന്നും ഉർവശി അവാർഡ് ആദ്യമായി നേടിയത്. ആദ്യത്തെ പത്രമായ രാജ്യസമാചാരം എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്? തലശ്ശേരി. രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചത് തലശ്ശേരി. ടിപ്പുവുമായി യുദ്ധം ചെയ്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ? ടിപ്പുവുമായി യുദ്ധം ചെയ്ത ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് കോൺവാലിസ്. കോൺവാലിസാണ് ടിപ്പുവുമായി യുദ്ധം ചെയ്ത ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. മലയാളത്തിലെ രണ്ടാമത്തെ നോവൽ ഇന്ദുമതി സ്വയംവരം? മലയാളത്തിലെ രണ്ടാമത്തെ നോവൽ ഇന്ദുമതി സ്വയംവരം. കൊച്ചിയെ അറബിക്കടലിൻ്റെ റാണി എന്ന് വിശേഷിപ്പിച്ച കൊച്ചി ദിവാൻ? RK ഷൺമുഖം ചെട്ടി. RK ഷൺമുഖം ചെട്ടിയാണ് കൊച്ചിയെ അറബിക്കടലിൻ്റെ റാണി എന്ന് വിശേഷിപ്പിച്ചത്. കയ്യൂർ സമരം ഏത് ജില്ലയിൽ നടന്നു? കണ്ണൂർ. കണ്ണൂരാണ് കയ്യൂർ സമരം നടന്ന ജില്ല.